നമസ്കാരം. 1945 ഒക്ടോബർ 29 ന്യൂയോർക്കിലെ സ്ട്രീറ്റ് 32 ഗിംബിൾസ് ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറിന് മുന്നിൽ ഒരു വലിയ ബഹളമുണ്ടായി. 50ഓളം പോലീസുകാർ ശ്രമിച്ചിട്ടും ജനക്കൂട്ടം പിരിഞ്ഞു പോയില്ല. ഒരു പുതിയ പേന വാങ്ങാൻ വന്നവരായിരുന്നു അവർ. പേന 30,000 അന്ന് വിറ്റുപോയി. കിട്ടാത്തവർ അടി നടത്തി. അതായിരുന്നു പ്രശ്നം. ഒരിക്കൽ വാങ്ങിയാൽ ഒരു പേന മഷി നിറയ്ക്കാതെ 15 വർഷം എഴുതാം. അതായിരുന്നു പരസ്യം. അതിന് മുമ്പ് ആരും അത്തരമൊരു പേന കണ്ടിട്ടില്ല, എഴുതി നോക്കിയിട്ടില്ല. അതുകൊണ്ട് തിരക്കുണ്ടാക്കിയവരെ പോലീസിന് പോലും ഒന്നും പറയാൻ പറ്റിയില്ല. 1920കളുടെ അവസാനത്തിലെ ഒരു രാത്രിയിൽ ഹംഗറിയിലെ ഒരു പത്ര ഓഫീസിലെ ജേർണലിസ്റ്റായിരുന്ന ലാസ്ലോ ജോസഫ് ബിറോ ദേഷ്യം വന്ന് നിലത്ത് ചവിട്ടി. പേനയിൽ മഷി തീർന്നിരിക്കുന്നു. മഷിക്കുപ്പിയും കാലി. അതേസമയം പ്രസ്സിൽ മഷിയുണ്ട്, പാട്ട കണക്കിനുണ്ട്, വിലയും കുറവാണ്. നേരെ പോയി അതിൽ നിന്നും കുറച്ചെടുത്ത് പേനയിൽ നിറച്ചു എഴുതി നോക്കി. പേന പോയി കിട്ടി. പക്ഷെ വിട്ടില്ല. അനുജനോട് പറഞ്ഞു. അവൻ കെമിസ്റ്റാണ്, പേര് ജോർജ്. അവൻ പറഞ്ഞു, അച്ചടി യന്ത്രം പ്രവർത്തിക്കുന്നല്ലോ, എങ്കിൽ ഈ മഷി കൊണ്ട് പേനയും പ്രവർത്തിക്കും. 50 വർഷം മുമ്പ് ജോൺ ജെ ലൗഡ് അങ്ങനെ ഏതാണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനൊന്ന് നോക്കട്ടെ. ഒരു ബോൾ ബെയറിങ് പോലെ അതൊരു സോക്കറ്റിൽ കറങ്ങും. അതിൻ്റെ മുകളിലൂടെ മഷി പറ്റിപ്പിടിച്ച് കൊടുക്കണം. താഴെ പേപ്പർ വെച്ച് കൊടുക്കണം. ബോൾ ഉരുണ്ടാൽ പേപ്പറിൽ മഷി പറ്റും. 1931 ബുഡാപെസ്റ്റിലെ ഇൻ്റർനാഷണൽ ഫെയറിൽ ആ പേന പ്രദർശിപ്പിച്ചു. അതിനിടെ രണ്ടാം ലോക മഹായുദ്ധം വന്നു. ബിറോയും അനുജനും നാസികളെ പേടിച്ച് അർജൻറ്റീനയിലേക്ക് പലായനം ചെയ്തു. അവിടെ പേന വിറ്റു. ബിറോ പെൻ, ലോകത്തിലെ ആദ്യത്തെ ബോൾ പോയിൻ്റ് പെൻ. 1945 ജൂണിൽ ചിക്കാഗോയിൽ നിന്നുള്ള ഒരു ബിസിനസ്സുകാരൻ അർജൻറ്റീനയിലെ ബ്രൂണസ് അരീസിലെത്തി ബിറോ പേന കണ്ടു. ഒരെണ്ണം വാങ്ങി. തിരികെ നാട്ടിലെത്തിയ ശേഷം അത് റിവേഴ്സ് എഞ്ചിനീയറിങ്ങിന് വിധേയമാക്കി ഒരു പേന നിർമ്മിച്ചു. ഒരു പരിചയക്കാരൻ്റെ കടയിൽ കൊടുത്തു. അയാൾ വലിയ പരസ്യം കൊടുത്തത് വിറ്റു. 1945 ഒക്ടോബർ 29 അന്നുണ്ടായ ബഹളമാണ് നാം നേരത്തെ കണ്ടത്. വെറുമൊരു തുടക്കക്കാരൻ എൻ്റർപ്രണർ ആയിരുന്ന ചെറുപ്പക്കാരൻ പെട്ടെന്ന് വലിയ ധനികനായി. അയാളുടെ പേര് ആർക്കും അറിയില്ലായിരുന്നു. അപ്പോഴും അവർ വാങ്ങിയ പേനയിൽ അത് എഴുതിയിട്ടുണ്ടായിരുന്നുവെങ്കിലും റെയ്നോൾഡ്സ്, മിൽട്ടൺ റെയ്നോൾഡ്സ് എന്നൊക്കെയായിരുന്നു. റെയ്നോൾഡ്സ് ഉടനെ തൻ്റെ പേന പേറ്റൻറ്റ് ചെയ്തു. ബിറോയുടെ പേനയ്ക്ക് പേറ്റൻ്റ് ഉണ്ടായിരുന്നു. എന്നാൽ റെയ്നോൾഡ്സ് അത് മറികടന്നു. തൻ്റെ പേനയിലെ ബോളിലേക്ക് മഷി പടരുന്നത് ഗുരുത്വാകർഷണം മൂലമാണെന്ന് പറഞ്ഞു. ബിറോ പേനയിൽ കേശികത്വം ആണെന്നും വാദിച്ചു. പേറ്റൻറ്റും കിട്ടി. 1948 യൂറോപ്യൻ റെയ്നോൾഡ്സ് പുറത്തിറക്കി. ഫ്രാൻസിൽ അതിനായി ഒരു ഫാക്ടറി തുടങ്ങി. ചിക്കാഗോയിൽ മെയിൻ ഫാക്ടറിയും. പരസ്യത്തിനായി കുറച്ച് കോടി കത്തിച്ചു. ഒരു വിമാനം വാടകയ്ക്കെടുത്ത് റെയ്നോൾഡ്സ് ബോംഷെൽ എന്ന് പേരിട്ടു. ലോകം മുഴുവനും ചുറ്റി. 79 മണിക്കൂറിൻ്റെ യാത്ര. ആയിരക്കണക്കിന് പേനകൾ ഓരോയിടത്തും വിതരണം ചെയ്തു. അങ്ങനെ അമേരിക്കയിൽ നിന്നുള്ള റോക്കറ്റ് പെൻ ലോക പ്രശസ്തമായി. 1980 ഇന്ത്യയിലെത്തി. ഇവിടെ GM പെൻ ഇൻ്റർനാഷണൽ എന്ന കമ്പനി റെയ്നോൾഡ്സിൻ്റെ ലൈസൻസിയായി. ഇന്ത്യൻ റെയ്നോൾഡ്സ് പുറത്തിറങ്ങി. മഷിപ്പേനയും ഹീറോയും പാർക്കറുമെല്ലാം വഴിമാറി. കാരണം വില തുച്ഛം. പഴയ ചില മലയാളം വാദ്യാർമാർ മാത്രം കൈയക്ഷരം എന്ന് വിലപിച്ചു കൊണ്ടിരുന്നത് ആരും കേട്ടില്ല. റെയ്നോൾഡ്സ് പക്ഷേ യൂറോപ്പിലും അമേരിക്കയിലും പൊളിഞ്ഞു. ഫ്രാൻസിലെ കമ്പനി പൂട്ടിയത് വലിയ തൊഴിൽ പ്രശ്നത്തിനിടയാക്കി. മിൽട്ടൺ റെയ്നോൾഡ്സ് നേരത്തെ മരിച്ചിരുന്നു. ധനികനായി തന്നെ 1978 മെക്സിക്കോയിലാണ് മരിച്ചത്. 2016 മെയ്യിൽ റെയ്നോൾഡ്സ് പേന നിർമ്മിച്ചിരുന്ന ഇന്ത്യൻ കമ്പനി അതിൻ്റെ ഉൽപ്പാദനം നിർത്തി.
പകരം അതേ മാതൃകയിൽ പുതിയൊരു പേന പുറത്തിറക്കി, റോറിറ്റോ. റെയ്നോൾഡ്സ് പേന പക്ഷേ രാജ്യാന്തര വിപണിയിൽ ഇപ്പോഴുമുണ്ട്. പാർക്കർ പേനയും മറ്റുള്ളവയും വിഴുങ്ങിയ ഭീമൻ. ന്യൂവലാണ് അത് നിർമ്മിക്കുന്നതെന്ന് മാത്രം. പേനകളുടെ ചരിത്രം മനുഷ്യരാശിയുടെ ആരംഭത്തോടെ തന്നെ തുടങ്ങുന്നു. മനുഷ്യരാശിയോട് ഇത്രമാത്രം ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റൊരു ഉപകരണം ഇല്ലെന്ന് തന്നെ പറയാം. പേനകളുടെ ഉപയോഗം ഒരിക്കലും അവസാനിക്കാനും ഇടയില്ല. ഓരോ വ്യക്തിയുടെയും ചിന്തകളും വിചാരങ്ങളും ദൈനംദിന പ്രവർത്തനങ്ങളും പേനകളിലൂടെ സംവദിക്കപ്പെടുന്നു. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുമുണ്ടായ വിപ്ലവങ്ങൾ, യുദ്ധങ്ങൾ, എന്തിനേറെ നവോത്ഥാന പ്രക്രിയകളിൽ പോലും പേനകളുടെ പങ്ക് ഒഴിച്ചുകൂടാനാവാത്തതാണ്. അത്രയേറെ മനുഷ്യ സമൂഹവുമായി ഇഴചേർന്ന് നിൽക്കുന്നു ഈ ഉപകരണം. പല രൂപമാറ്റങ്ങളും വന്നുവെങ്കിലും ഇന്നും പേനകൾ മനുഷ്യരാശിയുടെ മുന്നോട്ടുള്ള പ്രയാണവുമായി ചേർന്ന് നിൽക്കുന്നു. കമ്പ്യൂട്ടറുകൾ സജീവമായതോടെ പേനകളുടെ ഉപയോഗം കുറയുമെന്ന ധാരണ ഉണ്ടായെങ്കിലും പേനകൾ ഇല്ലാത്ത ഒരു ലോകത്തെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ല. ലൂയിസ് എഡിസൺ വാട്ടർമാനാണ് ഫൗണ്ടേഷൻ പേന രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച പ്രതിഭാശാലി. 1884 വാട്ടർമാൻ പെൻ കമ്പനി സ്ഥാപിച്ചു. ന്യൂയോർക്കിൽ ജനിച്ച വാട്ടർമാൻ തൻ്റെ ആദ്യ പേന നിർമ്മിച്ചെടുക്കുന്നതിനായി 10 വർഷമെടുത്തു. കേശികത്വത്തെ അടിസ്ഥാനമാക്കി തുടർച്ചയായി ഒരുപോലെയും മഷി പുറത്തു വരുന്ന ഫൗണ്ടൻ പേനയ്ക്ക് 1884 അദ്ദേഹം പേറ്റന്റ് കരസ്ഥമാക്കി. അമേരിക്കയിൽ ഒരു ഇൻഷുറൻസ് ബ്രോക്കറായിരുന്ന വാട്ടർമാനെ തൻ്റെ തൊഴിൽ മേഖലയിൽ ഉണ്ടായ ഒരു സംഭവമാണ് ഫൗണ്ടൻ പേനയുടെ കണ്ടുപിടുത്തത്തിലേക്ക് നയിച്ചത്. 1883 തൻ്റെ തൊഴിലുമായി ബന്ധപ്പെട്ട് വളരെ ഉയർന്ന ഒരു തുകയുടെ ഇൻഷുറൻസ് കരാറിൽ ഏർപ്പെടാൻ വാട്ടർമാൻ മറ്റൊരു വ്യക്തിയെ സമീപിച്ചു. അദ്ദേഹം അതിന് സമ്മതിക്കുകയും ചെയ്തു. എന്നാൽ ഇൻഷുറൻസ് കരാർ എഴുതുന്നതിനായി പേപ്പറുകൾ തയ്യാറാക്കാൻ ആരംഭിച്ചപ്പോൾ പേനയിൽ നിന്ന് മഷി പുറത്തേക്ക് വന്നില്ല. വളരെ നേരത്തെ പരിശ്രമത്തിന് ശേഷവും അദ്ദേഹത്തിന് പേപ്പറുകൾ എഴുതുവാനായിട്ട് കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, പേപ്പറുകൾ മുഴുവനും മഷിയിൽ മുങ്ങി നശിച്ചു പോകുകയും ചെയ്തു. ഇക്കാരണത്താൽ തന്നെ ആ കരാറിൽ ഏർപ്പെടാൻ വാട്ടർമാന് കഴിഞ്ഞില്ല. വാട്ടർമാൻ്റെ ഇൻഷുറൻസ് ഏർപ്പാടുകളിൽ വഴിത്തിരിവാകുമായിരുന്ന ഈ കരാർ ലഭിക്കാതെ വന്നതോടെ അദ്ദേഹം വളരെ ദുഃഖിതനായി. തൻ്റെ ജീവിതത്തിൽ നിർണായകമായത് പേനയാണെന്നും തൻ്റെ തൊഴിൽ മേഖലയിൽ ഉണ്ടായ തടസ്സം ഇനി ആർക്കും ഉണ്ടാകരുതെന്നും വാട്ടർമാൻ മനസ്സിൽ ഉറപ്പിച്ചു. മഷി നിറച്ച ട്യൂബിൽ നിന്ന് നിബ്ബിലേക്ക് മഷി കൃത്യമായ അളവിൽ മാത്രം ഇറങ്ങി വരുന്ന ക്യാപ്പിലാറി പ്രവർത്തനം വിജയകരമായി നടത്തുവാൻ വാട്ടർമാന് കഴിഞ്ഞു. ട്യൂബിനുള്ളിലെ വായു പുറത്തു പോകുന്നതിനായി ഒരു ചെറിയ സുഷിരവും അദ്ദേഹം നിർമ്മിച്ചു. അങ്ങനെ ഫൗണ്ടൻ പേന യാഥാർത്ഥ്യമായി. 1884 ഇതിൻ്റെ പേറ്റന്റും അദ്ദേഹത്തിന് ലഭിച്ചു. 19-ാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭഘട്ടത്തിലും ഫൗണ്ടൻ പേനകൾ അരങ്ങുവാണു. ഫൗണ്ടൻ പേനകൾക്ക് ഉണ്ടായിരുന്ന പോരായ്മകൾക്ക് പരിഹാരമായിട്ടാണ് ലാസിയോ ജോസഫ് ബീറോ എന്ന അർജന്റീനക്കാരൻ ബോൾ പോയിൻ്റ് പെന്ന് കണ്ടുപിടിച്ചത്. 1931 ബൂഡപെസ്റ്റ് രാജ്യാന്തര മേളയിലാണ് അദ്ദേഹം ആദ്യമായി ബോൾ പോയിൻ്റ് പേന അവതരിപ്പിക്കുന്നത്. ഹംഗറിയിൽ പത്രപ്രവർത്തകനായി ജോലി ചെയ്യുന്ന സമയത്ത് പത്രം അച്ചടിക്കാൻ ഉപയോഗിക്കുന്ന മഷി വളരെ വേഗം കടലാസിൽ ഉണങ്ങുന്നതായും പാടുകൾ വീഴാതിരിക്കുന്നതും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇതേ മഷി തന്നെ അദ്ദേഹം ഫൗണ്ടൻ പേനയിൽ ഉപയോഗിച്ചപ്പോൾ മഷി പേനയുടെ മുനയിലേക്ക് ഒഴുകാതിരിക്കുന്നതാണ് കണ്ടത്. ഇതേ തുടർന്ന് രസതന്ത്ര ശാസ്ത്രജ്ഞനായ സഹോദരൻ ജിയോർഗുമായി ചേർന്ന് പുതിയ രീതിയിൽ മുനയുള്ള പേന നിർമ്മിക്കുകയായിരുന്നു. ഫൗണ്ടൻ പേനയേക്കാൾ മികച്ച രീതിയിൽ ബോൾ പോയിൻ്റ് പേന പ്രവർത്തിക്കുന്നതായിട്ട് ഇവർ കണ്ടെത്തുകയും ചെയ്തു. 1985 അർജന്റീനയിൽ വെച്ച് ലാസിയോ ജോസഫ് ബീറോ അക്ഷരങ്ങളുടെ ലോകത്തു നിന്നും വിട പറഞ്ഞു. മാനവരാശിയോളം പഴക്കമുള്ള
മാനവരാശി ഉള്ള കാലത്തോളം അവസാനിക്കാത്ത പേനയുടെ ചരിത്രത്തോടൊപ്പം ആ പേരും മറവിയുടെ ആഴങ്ങളിലേക്ക് മറയാതെ നിലനിൽക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയമായി അടുത്ത ദിവസം വരാം. ബൈ ബൈ.